നമുക്കിപ്പം സോണിയ തിലകനുണ്ട്. തിലകൻ്റെ മകൾ ചേരുന്നുണ്ട്. സോണിയ, വെരി ഗുഡ് മോർണിംഗ്. എനിക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ സോണിയ നടത്തിയ തുറന്നു പറച്ചിലുകൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച നടക്കുന്നതിനോടൊപ്പം പലതരത്തിലുള്ള പ്രതികരണങ്ങളും പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു. ഈ പവർ ഗ്രൂപ്പിൻ്റെ സ്വാധീനശേഷി എത്രയുണ്ടെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൂടെ സോണിയയ്ക്കടക്കം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഈ സോണിയ പറഞ്ഞതിൽ ഈ പവർ ഗ്രൂപ്പിൻ്റെ അമരത്തിരിക്കുന്ന ആളുമുണ്ട് അല്ലേ സോണിയ? അതെ, തീർച്ചയായിട്ടും. സോണിയ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ചോദിക്കട്ടെ, നമ്മൾ ഈ തുറന്നു പറഞ്ഞതുകൊണ്ട്. കാരണം ഇത് എന്തായാലും ഈ നോക്കൂ, എല്ലാ സാധ്യതകളും അടയ്ക്കാനാണ് ഇവർ ശ്രമിക്കുക. വിവരാവകാശ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ രേഖയിൽ പോലും കടുംവെട്ട് നടത്താൻ സർക്കാരിനെ നിർബന്ധിതരാക്കി ഈ പവർ ഗ്രൂപ്പ്. അതാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിട്ട വാർത്ത. 11 ഖണ്ഡികകളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അതിൽ ഈ സ്വാധീനശേഷിയുള്ള സിനിമാ താരങ്ങളാണ് എന്നാണ് പറയുന്നത്. സോണിയയോട് അവർ ഇങ്ങനെ അപമര്യാദയെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇവർ എത്രയെത്ര സ്ത്രീകളുടെ ഈ 4.5 വർഷം കൊണ്ട് പെരുമാറിയിട്ടുണ്ടാവും? ഈ 4.5 വർഷം റിപ്പോർട്ട് പുറത്തു വരാത്തതിൻ്റെ ആനുകൂല്യം കിട്ടിയത് ഇവർക്കല്ലേ സോണിയ? അതെ, അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. എന്ത് പറഞ്ഞാലും ഈ എതിരാളികൾ വളരെ ശക്തരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇവർക്ക് നീതി ലഭിക്കുക എന്ന് പറയുന്നത് കഠിനമായൊരു ഇതാണ്. അതായത് കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ് അവരുടെ നീതിയിലേക്കുള്ള പാത. എന്തു തന്നെയായാലും ഇപ്പോൾ ഈ റിപ്പോർട്ട് ആദ്യം പുറത്തു വിടില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു. നമ്മൾ എല്ലാവരും അതിനെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിഷമിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേറ്റും ജുഡീഷ്യറിയുമാണ്. ഇതിൽ തന്നെ സ്റ്റേറ്റിനൊരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ അതിൽ നമുക്ക് ജുഡീഷ്യറിയെ സമീപിക്കാം. ഇപ്പം ഈ വിഷയത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. സ്റ്റേറ്റിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് അറിയില്ല. ആ ബുദ്ധിമുട്ടിൽ അവർക്കൊരു ഡിസിഷനിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് കോടതിയിൽ നിന്ന് ഒരു അല്പം ആശ്വാസത്തിന് കിട്ടുന്ന രീതിയിൽ ഈ പേജുകൾ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് ഒരു അല്പ സന്തോഷം തോന്നി. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെ നമ്മുടെ സർക്കാർ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അതിൻ്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കോടതിയുടെ തീരുമാനങ്ങൾ അവർക്ക് സഹായമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഈ വിഷയത്തിൽ നമുക്ക് പറഞ്ഞോളൂ, സർക്കാർ ഒരു അനുകൂല തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി ചോദിക്കാനുള്ളൊരു അവസ്ഥാവിശേഷം എവിടെയുണ്ട്. പക്ഷേ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ സംഘടനകളിൽ നമ്മൾക്ക് അതിൽ നിന്നൊരാൾ കോടതിയിലേക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ തീർന്നു. യാതൊരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്തൊരവസ്ഥയാണ് അവിടെ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തിലകൻ അന്ന് ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് സോണിയയുടെ ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സൂചനകൾ നൽകിയിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ? കാരണം വലിയ ഗ്രൂപ്പുണ്ട്, പലപ്പോഴും തിലകൻ തുറന്നടിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ സോണിയയോട് നൽകിയിട്ടുണ്ടോ? ഇന്ന ആളുകൾ ഇന്ന രീതിയിലുള്ള വൃത്തികേടുകളാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യങ്ങൾ എന്തെങ്കിലും സോണിയയോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് അച്ഛൻ പറയാറുണ്ട്. എപ്പോഴൊക്കെ വീട്ടിലൊരു ഞങ്ങൾ ഇതുപോലെ സംസാരിക്കുമ്പം ആദ്യത്തെ വിഷയം തൊട്ട് ഇങ്ങനെ പറയാറുണ്ട്. അതിൽ അച്ഛനെ ഏറ്റവും വേദനിപ്പിച്ച വിഷയമാണ് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞ് ആക്രോശിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലാസ്റ്റ് അച്ഛനെ പുറത്താക്കുന്ന മീറ്റിംഗ് കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞത്, എന്നെ പുറത്താക്കി അതിലല്ല അച്ഛൻ വിഷമിച്ചത്. അച്ഛൻ പറഞ്ഞത് ആ പർട്ടിക്കുലർ വ്യക്തി എന്നോട് ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ വിഷമം എന്ന് പറഞ്ഞാണ് ഡോറ് തുറന്ന് അകത്തോട്ട് കയറിയത്. ഈ സംഘടനയുടെ മെമ്പർഷിപ്പ് ഒന്നും അച്ഛനൊരു പ്രശ്നമല്ലായിരുന്നു. തിലകൻ ഏറെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. തിലകൻ വളരെ പ്രിയപ്പെട്ടതെന്ന് കരുതിയ ആളാണ് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞത്. അത് മലയാളത്തിലെ ഒരു സൂപ്പർ താരമാണ്. ഇറങ്ങിപ്പോടാന്നല്ല, ഇറങ്ങിപ്പോടോ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അച്ഛന് ഇറങ്ങിപ്പോടോ എടാന്ന് വിളിക്കാൻ ഒരു വിഷമം കാണും. കാരണം അത്രയും പ്രായമുള്ള വ്യക്തി അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവുമല്ലോ ഈ താരത്തിന്റെ. ഒരു സംശയം സോണിയ, നമ്മൾ അതിനകത്ത് ഇപ്പോൾ പുറത്ത് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് ഒരു മകളെന്ന നിലയിൽ നടത്തുന്ന വെളിപ്പെടുത്തലല്ലേ. പുറം ലോകം അറിയിട്ടുന്നേ ഇത്തരം കാര്യങ്ങളൊക്കെ. അതായത് തിലകനോടൊപ്പം ഇഴുകിച്ചേർന്ന് രംഗങ്ങൾ അഭിനയിച്ച നടൻ തന്നെയല്ലേ ഇദ്ദേഹം? തീർച്ചയായിട്ടും അതൊക്കെ ഓൾറെഡി മാധ്യമങ്ങളൊക്കെ വന്നിട്ടുള്ളതാകാം.
ഈ ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞു, അതിനുശേഷം മാനസിക വിഷമത്തോടുകൂടി വരുന്നു. അത് ഈ പറയുന്ന പെൺകുട്ടികളോടുള്ള അതിക്രമങ്ങളടക്കം അങ്ങനെ എന്തെങ്കിലും സോണിയയോട് തിലകൻ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? മരിക്കുന്നതിന് മുൻപ് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള വൃത്തികളൊക്കെ അവിടെ നടക്കുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സോണിയ? അല്ല, അത് മകൾ എന്ന നിലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. മനസ്സിലായി. അത് അച്ഛൻ പറയാതെ തന്നെ ജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് അവിടെ നടക്കുന്നത് എന്താണെന്ന്. ഇപ്പം അതൊരു തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ അത് പുറത്തേക്ക് വരാനുള്ള ഈ ബുദ്ധിമുട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന.